യേശുവിൽ പ്രിയമുള്ളവരെ, സ്വർഗം തുറക്കുന്ന ഒരു മനോഹരമായൊരു സമയം എപ്പോഴാണോ എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണാൻ കഴിയുക ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെടുന്നു. അപ്പോൾ ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെടുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരു സ്വർഗം തുറക്കപ്പെടുന്ന സമയമുണ്ടോ? ഉണ്ട് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുക. അപ്പസ്തോല പ്രവർത്തനത്തിൽ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് തന്നെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുത്ത് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്. എവിടെയൊക്കെ മനുഷ്യർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശിരസിന് മുകളിൽ സ്വർഗം തുറക്കപ്പെടും. സ്തേഫാനോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സ്വർഗം തുറക്കപ്പെടുന്ന ഒരനുഭവം. ബൈബിൾ ഇപ്രകാരമാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് സ്തേഫാനോസിൽ നിറഞ്ഞു. അപ്പോൾ ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ സത്യത്തിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണം. അങ്ങനെ ക്ഷമിച്ച് പ്രാർത്ഥിച്ച സ്തേഫാനോസ് കാണുന്നത് സ്വർഗം തുറക്കപ്പെടുകയും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഈശോ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയും ഈശോ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യും. സ്തേഫാനോസ് കാണുകയാണ്, വചനം പറയുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്ഷമ എന്ന പുണ്യം അഭ്യസിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൊരിന്തോസ്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, ദീർഘക്ഷമ. സ്നേഹം എന്നാൽ ദീർഘക്ഷമയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോൾ ഭർത്താവിനോട് ദീർഘമായി വർഷങ്ങളായി ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാകാം, ഭാര്യയോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായ ഒരു ഭർത്താവ് ഉണ്ടാകാം, മക്കളോട് ക്ഷമിക്കുന്ന മാതാപിതാക്കളുണ്ടാകാം, കൂടെ ജോലി ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നവരുണ്ടാകാം. നമുക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗം നമുക്കായി തുറക്കാൻ കാത്തിരിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മക്കളോട് ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അവിടെയെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച് ക്ഷമിക്കുവാൻ കൃപ നൽകണമേ എന്നും ഞങ്ങൾക്കായി സ്വർഗം തുറക്കണമേ എന്നും താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്നു വരുന്നു സ്വർലോകനാഥനാമീശോ, പാടുന്നു മാലാഖവൃന്ദം, വാഴ്ത്തുന്നു മണ്ണിലെ മക്കൾ. സ്വർഗം തുറന്നു വരുന്നു സ്വർലോകനാഥനാം ദൈവം, പാടുന്നു മാലാഖവൃന്ദം, പാഴ്ത്തുന്നു മണ്ണിലെ മക്കൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന സ്തുതി ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.